ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഷെയ്ഖുനായുടെ മക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മുഹീദ്ദീൻ മൗലിദ് പാരായണം പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച നടക്കുകയാണ്. തസവ്വുഫിൻ്റെ ഒരു വലിയ അധ്യായമാണ് സത്യത്തിൽ മുഹീദ്ദീൻ മൗലിദ് എന്ന് പാരായണം ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്. അതിൻ്റെ ചില വിശദീകരണങ്ങളിലേക്കും അതെങ്ങനെ പാരായണം ചെയ്യണമെന്ന രീതിയിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വല്ലാതെ ആമുഖങ്ങളൊന്നുമില്ലാതെ മുഹീദ്ദീൻ മൗലിദ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നാം ഇന്ന് കാണുന്ന മുഹീദ്ദീൻ മൗലിദ്, നമ്മളെ കോതി വരാറുള്ള മുഹീദ്ദീൻ മൗലിദ് ഒരു 10-27 പേജുകളുള്ള, നുസ്ഖ മാറുമ്പോൾ പേജിൻ്റെ എണ്ണൊക്കെ മാറിയേക്കാം, 28 പേജ് വരുന്ന ഒരു വലിയ മൗലിദിൻ്റെ ചുരുക്കമാണ് നമ്മളൊക്കെ ഓതി വരാറുള്ള മുഹീദ്ദീൻ മൗലിദ്. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രചയിതാവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിലെ ചില പരാമർശങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും വളരെ അഭികാമ്യമാകുമെന്ന് മനസ്സിലാക്കുന്നു. ദീനിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, വിശിഷ്യ കേരളത്തിൽ, ഇസ്ലാമിക ചരിത്രവും ഇസ്ലാമികമായിരിക്കുന്ന അധ്യാപനങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചവരാണ് മഖ്ദൂമുമാർ. മഖ്ദൂമുമാരുടെ ഉറവിടം തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിലാണെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ചരിത്രത്തിൽ ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹത്തുക്കളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കായൽ പട്ടണം. കായൽ പട്ടണത്തിലേക്ക് ചേർത്തിയിട്ടാണ് കാഹിർ എന്ന് അറിയപ്പെടുന്നത്. കൈറോയിലേക്ക് പറയപ്പെടുന്നത് പോലെ കായൽ പട്ടണത്തിലേക്കും ചേർത്തിയിട്ട് കാഹിർ എന്ന് പറയുന്നതായി കാണാം. എന്നാൽ കായൽ പട്ടണത്തിൽ ജനിച്ച ഷെയ്ഖ് മഹ്മൂദുൽ ഖാഹിരി അത്തീബി ഇബ്നു അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു മഹാനവർകളാണ് നാം ഇന്ന് കാണുന്ന ചെറിയ കിതാബിൻ്റെ, അത് ചുരുക്കാണ്, അതിൻ്റെ വലിയ കിതാബ് രചിച്ച രചയിതാവ് മഹാനായ മഹ്മൂദുൽ ഖാഹിരി അത്തീബി ഇബ്നു അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ഹിജ്റ 1078 തമിഴ്നാട് കായൽ പട്ടണത്തിൽ ജനിക്കുകയും ഹിജ്റ 1163 വഫാത്താവുകയും കായൽ പട്ടണത്തിൽ അന്തിയുറങ്ങുകയും ചെയ്യുന്ന മഹാനാണ് ഷെയ്ഖ് മഹ്മൂദുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, മഹാനായ ഖുതുബിയ്യത്തിൻ്റെ, ഖസീദത്തുൽ ഖുതുബിയ്യത്തിൻ്റെ രചയിതാവ് മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, അതേപോലെ പ്രസിദ്ധമായ അല്ലഫൽ അലിഫ് എന്ന് പറയുന്ന ബെയ്ത്തുകളുടെ രചയിതാവ് മഹാനായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, അവരൊക്കെയും കായൽ പട്ടണത്തിൻ്റെ സംഭാവനകളാണ്. വേറെയും ഒരുപാട് മഹാരഥന്മാരായ സൂഫിയാക്കളും വലിയ വലിയ ഷായിരിങ്ങളും ആത്മജ്ഞാനികളുമായ ഒരുപാട് മഹത്തുക്കളെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് കായൽ പട്ടണം. അവരെഴുതിയ ഈ മൗലിദ്, അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ചു നോക്കിയാൽ എല്ലാം തസവ്വുഫിലേക്ക് വിരൽ ചൂണ്ടുന്ന വരികളും ഉദ്ധരണികളുമാണ്.
ഹിക്കായത്താണെങ്കിലും അതേപോലെ അതിലുള്ള ബെയ്ത്തുകളാണെങ്കിലും എല്ലാം വലിയ ആത്മജ്ഞാനങ്ങളെ സംഭാവന ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ അലിയിൽ അലീം അൽ വലിയിൽ കരീം അല്ലദീ ലാ യുദ്റകു ലി അസ്മാഇഹി നിഹായത്തുൻ വലാ യബ്ലുഗു ലഹാ ഗായ. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ആദ്യം വിശദീകരിക്കാം. ഇതിൽ തന്നെ വിലായത്തിന്റെ ഒരു മഹത്വത്തിലേക്കൊരു സൂചന നൽകുന്നുണ്ട് മഹാനായ മഹ്മൂദുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അഥവാ അലിയുൽ അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അലിയി അലീം വലിയ കരീം. ഇവിടെ അലിയി അലീം എന്നുള്ള പദം ഉപയോഗിച്ചത് അള്ളാഹുവിനുള്ള വിശേഷണമാണെങ്കിലും അതൊരു സൂചനയാണ്, ഒരു തഫാഉലായിട്ട് പറഞ്ഞതാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർ അൽ വലിയി അൽ വിലായത്ത് അൽ കരീം കറാമത്ത്, അള്ളാഹുവിൻ്റെ വിലായത്തും അള്ളാഹുവിൻ്റെ കറാമത്തും അത് വലിയ സ്ഥാനമുടയതാണ്, വലിയ മഹത്വമുടയതാണ് എന്നതിലേക്ക് സൂചന നൽകുന്ന ഒരു വരിയാണ് അൽഹംദുലില്ലാഹിൽ അലിയിൽ അലീം അൽ വലിയിൽ കരീം. അല്ലദീ ലാ യുദ്റകു ലി അസ്മാഇഹി നിഹായത്തുൻ വലാ യുബ്ലഗു ലഹാ ഗായത്തുൻ. അല്ലദീ എങ്ങനത്തെ അല്ലാഹുവാണ്, ലാ യുദ്റകു ലി അസ്മാഇഹി നിഹായത്തുൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾക്ക് നിഹായത്തുൻ ഒരു അറ്റം എത്തിക്കപ്പെടുകയില്ല. വലാ യുബ്ലഗു ലഹാ ഗായത്തുൻ, അതിന് ഒരു അതിർത്തി, ഒരു അറ്റം ലാ യുബ്ലഗു എത്തിക്കപ്പെടുകയില്ല. ലഫ്ളിയായ അർത്ഥം രണ്ടോ ഏകദേശമൊക്കെ ഒന്ന് തന്നെയാണ്. ഗായത്ത് എത്തിക്കപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ പേരുകൾക്ക് അറ്റമില്ല, അറ്റമില്ലാത്ത ഒന്നാണ് അള്ളാഹിന്റെ അസ്മാക്കൾ. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം, അള്ളാഹുവിനിക്ക് 99 പേരുകളാണുള്ളത് എന്ന് ഹദീത്തിൽ സ്വഹീഹായി വന്നിട്ടുണ്ടല്ലോ. ഇമാം ബുഖാരിയുടെ ഹദീത്തിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താണ്? സ്വാഭാവികമാണ് ഒരു സംശയം. അതിന് മറുപടി മഹാനായ ഇസ്മായിലുൽ ഹഖി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. മഹാനായ ഇസ്മായിലുൽ ഹഖിൽ ബറൂസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ റൂഹുൽ ബയാനിൽ സൂറത്തുൽ അഅറാഫിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഇത് സംബന്ധിയായ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. വലാ യുളന്നു അന്ന അസ്മാ അല്ലാഹി തആല മുൻഹസിറത്തുൻ ഫീ ഹാദൽ മിഖ്ദാർ. 99 എന്നുള്ള കണക്കിൽ അള്ളാഹുവിന്റെ പേരുകൾ ഒരിക്കലും തന്നെ ക്ലിപ്തമാക്കപ്പെടാൻ വകുപ്പില്ല, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വയദുല്ലു അലാ അന്ന അസ്മാ അല്ലാഹി തആല കസീറത്തുൻ, അള്ളാഹുവിന്റെ അസ്മാക്കൾ ഒരുപാടുണ്ട്, 99 ഒന്നല്ല, അതിലേറെ ഉണ്ട് എന്നുള്ളതിന്റെ മേൽ ദലാലത്ത് ചെയ്യുന്നു ഖൗലുഹു അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ്. മഹാനായ ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മാ അസ്വാബ അഹദൻ ഹമ്മുൻ വലാ ഹുസ്നുൻ ഫഖാല അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക വ ഇബ്നു അമ്മതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഗ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي إلا أذهب الله عنه كل همه وحزنه وأبدل مكانه فرحا. ഇത് ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിൽ എന്തുണ്ട്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൽ ചോദിക്കണം, അല്ലാഹുവേ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക,
നിനക്കുള്ള എല്ലാ പേരുകളെ കൊണ്ടിട്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. എങ്ങനത്തെ പേര്? നീ തന്നെ നിനക്ക് വെച്ച പേര്, നീ കിതാബിൽ ഇറക്കിയ പേര്, നിന്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത പേര്, അതേപോലെ ആത്മജ്ഞാനത്തിൽ ഇൽമുൽ ഗൈബിൽ അദൃശ്യജ്ഞാനത്തിൽ നീ പ്രത്യേകമായി ചില ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പേര്. ഉദാഹരണമായിട്ട് പറയാം, ഹൂ എന്നുള്ള പേരിനെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് അള്ളാഹുവിന്റെ ഇസ്മാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൂ 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 യാമൻ ഹൂ എന്നൊക്കെ പറയണില്ലേ, ആ ഹൂ എന്നുള്ളത് അള്ളാഹിന്റെ ഇസ്മാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാക്കൾക്ക് ഹദ്ദില്ല, അസറില്ല. ومع هذا ترجع من حيث إن لها محتدا. ഇവിടെ അന്ന എന്നാണ് എല്ലാ കിതാബിലും കാണുന്നത്. ഹൈസൂന്റെ ശേഷം ഇന്ന വന്നാൽ അന്ന എന്ന് വായിക്കുന്നതിലേറെ അഫ്സഹും മഷ്ഹൂറും ഇന്ന എന്ന് വായിക്കലാണ് എന്നാണ് നിയമം. കാരണം ഹൈസൂന്റെ ശേഷം ഇന്ന എന്ന് വായിക്കണം എന്നാണ് മഷ്ഹൂർ എന്നതാണ് നിയമം. അത് നഹ്വിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും പറയുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഹുദരി പോലത്തെ ചില കിതാബുകളിൽ അന്ന എന്ന് വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായത് മിൻ ഹൈസു ഇന്ന എന്ന് വായിക്കലാണ്. മിൻ ഹൈസു ഇന്ന ലഹ മഹ്തിദൻ. മുഹ്തദൻ എന്നാണ് കിതാബിലൊക്കെയും വ്യാപകമായി കാണുന്നത്. മഹ്തിദൻ എന്ന് വായിക്കലാണ് അതിന്റെ തഹ്ഖീഖ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മഹ്തിദൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം അസ്ല് നസബ് എന്നൊക്കെയാണ്. അതിനൊരു അടിസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഒരു നസബുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക്. അതിന്റെ ജംഅ് മഹാത്തിദ് എന്നാണ്. മഹത്തിദൻ ജംഅ് മഹാത്തിദാണ്. ഹായിനിക്ക് ബി സുക്കൂനിൻ ഫകസ്രിൻ. ഹായിനിക്ക് സുക്കൂന് കൊണ്ടും പിന്നെ തായിനിക്ക് കസ്റ് കൊണ്ടുമാണ് വായിക്കേണ്ടത് എന്നാണ് അതിന്റെ ലുഗത്ത്. ഇതിലൊക്കെയും ഉസ്താദുമാരായതുകൊണ്ട് വിശദമായി വായിച്ചുകൊണ്ട് അർത്ഥം പറയണില്ല. എങ്ങനെയാണ് ഉമ്മഹാത്തുൽ അർബ ഈ 4 അസ്മാക്കളായത് എന്നതിനെ സംബന്ധിച്ച് ഇസ്മായിൽ നഖിൽ ബറൂസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ സൂറത്തുൽ ആറാഫിലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായിട്ട് കാണാം. ഈ ഓരോ അസ്മാക്കളും ആലമുൽ ഗൈബ്, ആലമുൽ മആനി, ആലമുൽ അർവാഹ്, ആലമുൽ ഷഹാദ, ഈ 4 ആലമുകളിലെയും ഈ 4 ആലമുകളിലേക്കും അതിൻ്റെ സൂചനയുണ്ട്, അതിലേക്കത് ചേരുന്നുണ്ട്. അപ്പം അതിനെയെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ചില അസ്മാക്കളായതുകൊണ്ട് ഈ അസ്മാക്കൾ ഉമ്മഹാത്തുൽ അർബ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അതിനെ സംബന്ധിച്ച് റൂഹുൽ ബയാൻ ഉസ്താദുമാരൊക്കെ തഹ്ഖീഖാക്കുന്നത് നല്ലതാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അതാണ് പറഞ്ഞത്, ഖുർആനിൽ മൻസൂസായി ബിഖൗലിഹി തആല ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു വ ബികുല്ലി ഷൈഇൻ അലീം. ഈ ആയത്ത് ഇതാണ് അൽ ഉമ്മഹാത്തുൽ അർബഇ, അവ്വൽ, ആഖിർ, ളാഹിർ, ബാത്തിൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈരി മൻ ഉൽബിസ ദിസാറ നുബുവ. ഖൈരി മൻ ഉൽബിസ ദിസാറു നുബുവത്തി, നുബുവത്താകുന്ന ദിസാർ. ദിസാർ എന്ന് പറഞ്ഞാൽ അസ്സൗബുല്ലദീ യകൂനു ഫൗഖ ശിആർ. ഒരു ഷിആറിന്റെ ഒരു ഷിആറുണ്ടല്ലോ, ഒന്നിന്റെ ഷിആർ, ആ ഷിആറിന്റെ മുകളിൽ ധരിക്കുന്നതാണ് ദിസാർ എന്ന് പറയാം. അപ്പൊ നുബുവത്താകുന്ന ദിസാർ വ ഷിആറൽ വിലായത്തി, വിലായത്താകുന്ന ഷിആർ, രണ്ടും നൽകപ്പെട്ടവരാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇത് രണ്ടും നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വിലായത്താകുന്ന ഷിആർ നുബുവ അതിന്റെ പുറമെ ഉള്ളതിനേക്കാണ് ദിസാർ എന്ന് പറയാം. മനസ്സിലായോ? അപ്പം വിലായത്ത് ആദ്യം ഉണ്ട്, പിന്നീട് നുബുവത്തും ഉണ്ട്. അതാണ് നുബുവത്താകുന്ന ദിസാർ. ദിസാർ എന്ന് പറഞ്ഞാൽ സൗബുല്ലദി യകൂനു ഫൗഖ ശിആർ. അതാണ് വിലായത്താകുന്ന ഷിആറും നുബുവത്താകുന്ന അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു വസ്ത്രം. അത് രണ്ടും ധരിക്കപ്പെട്ട, ആദ്യം വിലായത്തും അതിന്റെ മുകളിൽ നുബുവത്തും ധരിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. അസ്ഹാബ് ആരാണ്? അർബാബുൽ ഫുതൂവത്തി. ഫുതൂവത്ത് എന്ന് പറഞ്ഞാൽ ധീരത, അതേപോലെ കറമ്, മുറുവത്തി എന്നൊക്കെയാണ് അർത്ഥം. കറമുടയവരായ അല്ലെങ്കിൽ ഹമിയത്തുടയവർ ഏതും സഹാബികൾക്ക് അനുയോജ്യമാണ്. വൽ ഹിദായത്തി, ഹിദായത്തുടയവരുമായ വഅലാ ഖുലഫാഇഹി റാഷിദീന അൽ ഖായിമീന മഖാമഹു ഇലാ യൗമിദ്ദീൻ. ബിസ്മില്ലാഹ്. അലാ ലില്ലാഹിൽ ഹംദു ഫീ കുല്ലി ലഹ്ളതി അലാ മാ ഹബാനാ നിഅമതൻ ബഅദ നിഅമതി. അലാ ലില്ലാഹി അൽ ഹംദു, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അലാ അറിയണേ ലിൽ ഇലാഹി അൽ ഹംദു ഫീ കുല്ലി ലഹ്ളത്തിൻ, എല്ലാ സന്ദർഭത്തിലും. അലാ മാ ഹബാനാ നിഅമതൻ ബഅദ നിഅമതി. അലാ മാ ഹബാനാ, ഞങ്ങൾക്ക് നൽകിയതിന്റെ മേലിൽ, ഞങ്ങൾക്ക് നൽകിയതിന്റെ മേലിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകിയ ഒന്നിന്റെ മേലിൽ. അങ്ങനെ വരുമ്പോൾ ആയതിനെ സങ്കല്പിക്കണം, കളഞ്ഞതാന്ന് വെക്കണം. അലാ മാ ഹബാനാ നിഅമതൻ ബഅദ നിഅമതി. അലാ മാ ഹബാന, ഹബാന എന്ന് പറഞ്ഞാൽ ഐ ആത്വാന എന്നർത്ഥം. ഹബാക്കല്ലാഹു സിഖ എന്ന് പറയും. ഹബാന എന്ന് പറഞ്ഞാൽ പിന്നെ ആത്വാന എന്നർത്ഥം. ബിലാ ജസായി, ഒരു പ്രതിഫലം ഇല്ലാണ്ട് വെറുതെ തരുന്നതിനാണ് ഹബാന, ആത്വാന എന്നൊക്കെ പറയാം. ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് അനുയോജ്യമായ അർത്ഥം അതാണ്. അലാ മാ ഹബാന നിഅമതൻ ബഅദ നിഅമതി, നമ്മൾക്ക് നൽകിയതിന്റെ മേലിൽ. മസ്തരിയായിട്ട് മാ മസ്തരിയ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നൽകിയതിന്റെ മേൽ നിഅമത്തൻ, നിഅമത്തിനെ ബഅദ നിഅമത്തിൻ, ഒരു നിഅമത്തിന്റെ ശേഷം മറ്റൊരു നിഅമത്ത്. ലഹു ആസ്മാഉൻ ലൈസ യുദ്റകു കുൻഹുഹാ വലൗലി നബിയിന്നഹു വലിയ്യും ബിഹിമ്മതി. ലഹു, അല്ലാഹുവിനെക്കൊണ്ട് അസ്മാഉൻ, ഒരുപാട് അസ്മാക്കളുണ്ട്. ലൈസ യുദ്റകു കുൻഹുഹാ, അതിന്റെ ഹഖീഖത്തുകൾ എത്തിക്കപ്പെടുകയില്ല. കുൻഹ് എന്ന് പറഞ്ഞ ഹഖീഖത്ത്. മാ ബിഹി ശൈഉ ഹുവ ഹുവ, ഏതൊന്നുകൊണ്ടാണോ ആ വസ്തു ആയത് അതിനേക്കാണ് ഹഖീഖത്ത് എന്ന് പറയാ. അതാണ് കുൻഹ്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാക്കളൊക്കെയും അള്ളാഹിന്റെ ഔസാഫുകളാണല്ലോ. അള്ളാഹിന്റെ ഔസാഫുകൾക്ക് എന്ത് മായ്യത്ത് പറയാൻ കഴിയൂല, ഹഖീഖത്ത് പറയാൻ കഴിയൂല. കാരണം അള്ളാഹ്ക്ക് ഹഖീഖത്ത് പറയാൻ കഴിയാത്തതുപോലെ അള്ളാഹുവിന്റെ സിഫാത്തുകൾക്കും ഹഖീഖത്ത് പറയാൻ കഴിയില്ല. വലൗലി നബിയിൻ ഔ വലിയ്യും ബിഹിമ്മതി, ഹിമ്മത്തുള്ള ഔലിയാക്കന്മാർക്കാണെങ്കിലും അമ്പിയാക്കന്മാർക്കാണെങ്കിലും അല്ലാഹു അഅലം. നഅം ഇന്നഹാ ഇൻദ ഇഅ്തിബാരി ഇന്തിസാബിഹാ ലഹാ ഉമ്മഹാത്തുൻ അർബഉൻ ദാതു റിഫഅതി. നഅം, എങ്കിലും ഇന്നഹ, അല്ലാഹുവിന്റെ അസ്മാക്കളാകുന്നത് ഇൻദ ഇഅ്തിബാരി ഇന്തിസാബിഹാ, ആ അസ്മാക്കൾ ചേരുന്നതിനെ പരിഗണിക്കുമ്പോ ലഹാ, ഐറ്റങ്ങൾക്കുണ്ട്, അവകൾക്കുണ്ട്, ഉമ്മഹാത്തുൻ അർബഉൻ ദാതു റിഫഅതി, ഉന്നതമായ 4 ഉമ്മഹാത്തുകളുണ്ട്. നമ്മൾ ഹിക്കായത്തിൽ പറഞ്ഞതുപോലെ. അതേതാ? ഹിയൽ അവ്വലു വൽ ബാത്തിനുൽ ആഖിറുല്ലദി ഹുവല്ലാഹിറു ഫിൽ കൗനി മിൻ ദൂനി ഖുഫിയതി. അത് അവ്വൽ ബാത്തിൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി മഹാനായ മഹ്മൂദുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു വിലായത്തിൻ്റെയും നുബുവത്തിൻ്റെയും ഒരു ചർച്ചയിലേക്ക് പോവാണ്. ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ ആയത്തിൽ പറഞ്ഞ ആ ലഫ് നസ്ർ അല്ല ഇവിടെ ഉള്ളത്. അതായത് ആ തർത്തീബല്ല ഇവിടെ ഉള്ളത്. അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു എന്നുള്ളത്. പക്ഷെ ബൈത്തിൽ മുസന്നിഫ് ചെറിയ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് ചില സിറുണ്ടതിൽ.
ഹിയൽ അവ്വലു വൽ ബാത്തിനുൽ ആഖിറുല്ലദീ ഹുവല്ലാഹിറു ഫിൽ കൗനി മിൻ ദൂനി ഖുഫിയതി. ഹിയ ഏതാണ് ഉമ്മഹാത്തുൽ അർബഅ? അത് അവ്വല്, ബാത്തിന്, ആഖിറ്, ലാഹിർ. ഇതാണ് ആ ഉമ്മഹാത്തുൽ അർബഅ. ഉമ്മഹാത്തുൽ അർബഅ ഈ നാലെണ്ണമാണ്. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉമ്മഹാത്തുൽ അർബഇനെ ബൈത്തിൽ ചർച്ച ചെയ്തപ്പം ആദ്യം അവ്വലും ബാത്തിനും പറഞ്ഞു. അത് ശേഷം വരുന്ന 2 ബൈത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു തൗത്തിയത്താണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് അങ്ങനെ ചെറിയൊരു വ്യത്യാസം വരുത്തിയത്. അത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ബൈത്തിൽ പറയാം. ഹിയ ആ ഉമ്മഹാത്തുൽ അർബഅ അത് അവ്വൽ, ബാത്തിന്, ആഖിർ, ലാഹിർ എന്നാണ്. അപ്പൊ അവ്വൽ, ബാത്തിന് എന്നുള്ളത് ഒരു പാർട്ടും ആഖിർ, ലാഹിർ എന്നുള്ളത് രണ്ടാമത്തെ ഒരു പാർട്ടുമായിട്ടാണ് മഹ്മൂദുൽ ഖായിരി റളിയല്ലാഹു അൻഹു ബൈത്തിനെ കൊണ്ടുപോകുന്നത്. അത് ശേഷം വരുന്ന ബൈത്തിൽ നിന്നും മനസ്സിലാവും. അപ്പം അൽ ആഖിറു ആഖിറുമാണ്. അല്ലദീ എങ്ങനത്തെ ആഖിർ? ഹുവ അൽ ലാഹിറു, അത് ലാഹിറുമാണ് എന്നാണ്. ആ ആഖിർ ലാഹിറുമാണ് എന്നാണ്. ഫിൽ കൗനി ലോകത്ത്. ഇത് ശരിക്ക് അള്ളാഹുവിലേക്കല്ല ആ ഹുവ എന്നുള്ള ദമീർ പോണത്. ആഖിർ എന്ന് മുസന്നിഫ് ബൈത്തിൽ പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ആശയമുണ്ട്. ആ ആശയമാണ് ആഖിർ എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത്. അതിലേക്കാണ് അല്ലദീ എങ്ങനത്തെ ആഖിറാണ്? ഹുവ, അതായത് നബി എന്നുള്ള ഒരു ആശയം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ശേഷം വരുന്ന ബൈത്തിൽ അത് മനസ്സിലാവും. അല്ലദീ എങ്ങനത്തെ ആഖിറാണ്? ഹുവ, ആ ആഖിർ ലാഹിറാണ്. അതായത് ആ ആഖിർ ലാഹിറാണ് ഫിൽ കൗനി, കൗനിൽ, ലോകത്ത്, മിൻ ദൂനി ഖുഫിയത്തിൻ, മറയാതെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറയാതെ കൗനിൽ ലാഹിറാണ് എന്ന് പറയുന്നതിൽ എന്താണ് ചില പരിമിതികളുണ്ടല്ലോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നുബുവത്ത് എന്ന് പറയുന്ന, നബി എന്ന് പറയുന്ന ഒരു ആശയമാണ് ആഖിറും ലാഹിറും കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത്. അവ്വല്, ബാത്തിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലായത്താണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. അപ്പം വിലായത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. നുബുവത്ത് എന്ന് പറയുന്നത് അത് മറയാതെ കൗനിൽ ലാഹിറായി കിടക്കേണ്ടതാണ്. കാരണം നുബുവത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അത് സൃഷ്ടികൾക്കിടയിൽ പരോക്ഷമായി പ്രത്യക്ഷമായി ഇടപെടേണ്ട, പറയേണ്ട, ചെയ്യേണ്ട ഒരു ദൗത്യമാണ് നുബുവത്ത്. അതാണ് അൽ ആഖിറുല്ലദീ ഹുവല്ലാഹു ഫിൽ കൗനി മിൻ ദൂനി ഖുഫിയതി എന്ന് പറഞ്ഞത്. വരാം. കമൽ അവ്വലാനി മൻശഉൽ വിലായതി കദൽ ആഖിറാനി മഅദിലുൻ ലിന്നുബുവതി. കമൽ അവ്വലാനി, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ, അവ്വൽ, ബാത്തിന്, അത് മൻശഉൽ വിലായതി, വിലായത്തിന്റെ മൻശആണ്, വിലായത്തിന്റെ ഉത്ഭവസ്ഥലമാണ്. അഥവാ വിലായത്ത് എന്ന് പറയുന്നത് അത് അവ്വലിലേ ഉണ്ട്. അത് ലോകം എന്നുണ്ടോ അന്ന് മുതൽ വിലായത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ബൈത്തിലുള്ള അവ്വല് കൊണ്ട് മുസന്നിഫ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. വിലായത്ത് അത് പണ്ടേ ഉള്ളതാണ്. മാത്രമല്ല വിലായത്ത് പലപ്പോഴും മറഞ്ഞു കിടക്കുന്നതാണ്, ബാത്തിനാണ്. വിലായത്ത് ബാത്തിനാണ്. മനസ്സിലായോ? വിലായത്ത് മറഞ്ഞു കിടക്കുന്നതാണ്. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. മഹാന്മാര് പറയും ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി, ഔലിയാക്കൾക്കല്ലാതെ തിരിച്ചറിയില്ല എന്നാണ്. അത് മറഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും. അതാണ് ബാത്തിന്. അവ്വല് എന്ന് പറഞ്ഞാൽ അത് എന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിച്ചിട്ടുണ്ടോ അന്ന് മുതൽ വിലായത്തുണ്ട് എന്നാണ്. അത് അവ്വലേ ഉള്ളതാണ്. ഹുവൽ അവ്വലു വൽ ബാത്തിൻ, അതാണ് പറയുന്നത്. കമല്ലവ്വലാനി മൻശഉൽ വിലായതി. എന്നാൽ ഇനി രണ്ടാമത്തത് കദൽ ആഖിറാനി മഅദിനുൻ ലിന്നുബുവതി. അവസാനം പറഞ്ഞ 2 അതേതാ? ആഖിർ, ലാഹിർ. ഇത് മഅദിനുൻ ലിന്നുബുവതി, അത് നുബുവത്തിന്റെ ഉറവിടമാണ്. അഥവാ
നുബുവത്തിനിക്ക് ഒരു അവസാനമുണ്ട്. നുബുവത്തിനിക്ക് ഒരു അവസാനമുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും നുബുവത്ത് ഓരോ പ്രവാചകന്മാർ വരുന്നതോടുകൂടെ മറ്റുള്ള അതിൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരുടേത് മുറിഞ്ഞതും മുറിയാത്തതും ഏതായാലും നുബുവത്തിനൊരു ഒരു അന്ത്യമുണ്ട്. എന്നാൽ എന്നതുപോലെ പിന്നെ അത് ളാഹിറാണ്. അത് ജനങ്ങൾക്കിടയിൽ പരോക്ഷമായി പ്രത്യക്ഷമായി വളരെ രഹസ്യമായി ചെയ്യേണ്ട ഒന്നല്ല, അത് പരസ്യമായി ചെയ്യേണ്ട ഒന്നാണ്. അത് ളാഹിറാണ്. അതാണ് കദല്ലാഹിറാനി മഅദിലുന്നുബുവതി വഅലിം ബിഹാതൈനില്ലതൈനി അലൈഹിമാ മദാറു മുഹിമ്മാതിൽ വജൂദി ബിഹിക്മതി വഅലിം ബിഹാതൈനി. ഇത് ഇത്ര മഹത്വമേറി ഇതിനെ ഇത്ര മഹത്വമാക്കിയ വസ്തു എന്താണ്? താജുബിന്റെ സീറ. വഅലിം ബിഹാതൈനി, ഇത് രണ്ടുകൊണ്ടും ഇത്ര മഹത്വം, വിലായത്തും നുബുവത്തും എത്ര മഹത്വമുള്ളതാണ്. അല്ലതൈനി, എങ്ങനത്തെ വിലായത്തും നുബുവത്തുമാണ്. അലൈഹിമാ മദാറു മുഹിമ്മാത്തിൽ വുജൂദി ബിഹിക്മതി, അതിന്റെ മേലിലാണ് ലോകത്തിന്റെ എല്ലാത്തിൻ്റെയും മദാർ, അടിസ്ഥാനം അതിന്റെ മേലിലാണ്. ففي بعض أعيان كاللمتا كما لتين افتراق في مظاهر سلتي ففي بعض أعيان. അയ്യാൻ എന്ന് പറഞ്ഞ സാദാത്ത് എന്നർത്ഥമുണ്ട്. അയ്യാന് ഒരുപാട് അർത്ഥങ്ങളുള്ള വേർഡാണ്, ഒരുപാട് അർത്ഥങ്ങൾ. നമുക്കിവിടെ ഫഫി ബഅദി അയ്യാനിൻ, ചില മഹാരഥന്മാർ, സാദാത്തി എന്നർത്ഥമുണ്ട് അയ്യാനിക്ക്. ചില മഹാരഥന്മാരിൽ കദിന്നമ്മത്ത, രണ്ടും സമ്മേളിച്ചിട്ടുണ്ട്. രണ്ടും സമ്മേളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നുബുവത്തും വിലായത്തും രണ്ടും ചിലരിൽ സമ്മേളിച്ചിട്ടുണ്ട്. കമാലിത്തൈനിഫ്തിറാഖും ഫീ മളാഗിരി സുല്ലതി. കമാലിത്തൈൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടിനിക്കും ഉള്ളതുപോലെ, ഇഫ്തിറാഖുള്ളതുപോലെ ഫീ മളാഗിരി സുല്ലതി, ബഹുഭൂരിപക്ഷം വരുന്ന മഹാരഥന്മാരിൽ. മലാഹിർ എന്ന് പറഞ്ഞാൽ മൽഹറിന്റെ ജമ്മ്, മൽഹറുൽ ഹക്ക് എന്ന് പറയാറുണ്ട് മശായിഖുമാരെ സംബന്ധിച്ച്. മൽഹറുൽ ഹക്ക് എന്ന് പറയും, അല്ലാഹുവിന്റെ മൽഹർ. ഫീ മലാഗീരി സുല്ലത്തി, സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, സുല്ലത്തും മിനൽ അവ്വലി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സുല്ലത്ത്. അപ്പം ഒരു വലിയ സമൂഹം അങ്ങനത്തെ മലാഹിറുൽ ഹക്ക്, അല്ലാഹുവിന്റെ മൽഹറുകളായ ഒരുപാട് മഹാരഥന്മാരിൽ ഇഫ്തിറാഖ് ഉണ്ടായതുപോലെ. ഇഫ്തിറാഖ് എന്ന് പറഞ്ഞാൽ അവർക്ക് നുബുവത്തില്ല, പക്ഷെ അവർക്ക് വിലായത്തേ ഉള്ളൂ. എന്നാൽ ഒരു വലിയ വിഭാഗത്തിനിക്ക് വിലായത്ത് കിട്ടിയതുപോലെ ചെറിയ കുറച്ച് വിഭാഗം ആളുകളിൽ, മഹാരഥന്മാരായ ആളുകളിൽ എന്ത് കിട്ടി? രണ്ടു സമ്മേളിച്ചു. അതായത് ഔലിയാക്കൾ ഒരുപാടുണ്ട്, എന്നാൽ കുറച്ചാളുകളിലൊക്കെയും രണ്ടും കൂടെ സമ്മേളിച്ചു. രണ്ടും കൂടെ സമ്മേളിച്ചവരാണ് ഏറ്റവും വലിയ മഹത്വമുള്ളവർ. അതായത് അമ്പിയാക്കളാണോ ഔലിയാക്കളാണോ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ വിലായത്തിലാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും അസഹും സ്വഹീഹുമായത് അമ്പിയായിക്കാണ് ഏറ്റവും ഫضലുള്ളത്. അത് ചിലരിലൊക്കെയും സമ്മേളിച്ചു, ചിലരിൽ ഇഫ്തിറാഖ് അഥവാ രണ്ടുണ്ടായിട്ടില്ല, ഒന്നേ ഉണ്ടായിട്ടുള്ളൂ വിലായത്ത്. സ്വലാത്തൻ ദവാമം മഅ സലാമിൻ മുഅബ്ബദി അലാ ഖൈരി മബ്ഊസിൻ ഇലാ ഖൈരി ഉമ്മത്തി. സ്വലാത്തൻ, സ്വലാത്തുണ്ടായിരിക്കട്ടെ ദവാമായ, മഅ സലാമിൻ മുഅബ്ബദി, അബദാക്കപ്പെട്ട കാലാകാലമാക്കപ്പെട്ട സലാമിനോടുകൂടെ, അലാ ഖൈരി മബ്ഊസിൻ ഇലാ ഖൈരി ഉമ്മത്തി, നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ, ഉമ്മത്തുകളുടെ ഖൈർ ഉമ്മത്ത് എന്നാൽ നമ്മളെ ഉമ്മത്തിനെ സംബന്ധിച്ചാണ്. കുന്തും ഖൈറ ഉമ്മ അറിഞ്ഞില്ലേ? ഖൈർ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും ഖൈറായ പ്രവാചകൻ, അതായത് മുഹമ്മദിനിൽ മാഹി വ ആലിം വസ്വബിഹി വഖുറാതിഹിം വന്നാഇബിഹിം ബിഖുല്ലതി. ആയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ. എങ്ങനത്തെ മുഹമ്മദ് നബി? അൽ മാഹി, മായ്ച്ചു കളയുന്നയാൾ.
യാ മാഹി ദുനൂബി എന്ന് പറഞ്ഞില്ല നമ്മള് സലാം ബൈത്തില്. അതന്നെ അൽ മാഹി വ ആലിൻ, അവിടെ താലി വ സ്വാബി വ ബുറാത്തിയും, അവരുടെ വാരിധ്യങ്ങൾ, വ നായിബീയും, അവരുടെ നായിബായിട്ട് വന്നവർ, ബിഹുല്ലത്തിൻ, ഖലീലായിട്ട് അവരുടെ നായിബായിട്ട് വന്ന ആളുകള്, അവർക്കൊക്കെയും സ്വലാത്ത് സലാം ഉണ്ടാവട്ടെ. വഅഫുൻ അനിൽ മുദ്ദാഹി ഗൗസൽ വറല്ലദീ തസമ്മാ ബിമുഹിയ്യിദ്ദീൻ ഖുത്ബിൽ മുഖില്ലതീൻ. വഅഫുൻ, അഫു ഉണ്ടാവട്ടെ, അഥവാ മത്ലൂബീ അഫുൻ, എന്റെ തേട്ടമാകുന്നത് അഫുവാണ് എന്നാ. അനിൽ മുദ്ദാഹി, മദ്ഹ് പാടുന്ന ആളുകളെ തൊട്ട് അഫു ഉണ്ടാവട്ടെ എന്നതാണ് എന്റെ തേട്ടം. ആരെ മദ്ഹ് ചെയ്യാൻ? ഒരർത്ഥം അങ്ങനെ, ഗൗസൽ വറ, സൃഷ്ടികളുടെ ഗൗസായ, അല്ലദീ, എങ്ങനത്തെ ഗൗസ്, തസമ്മ ബിമുഹിയ്യിദ്ദീൻ ഖുത്ബിൽ മുഖില്ലതി, തസമ്മ പേര് ശ്രദ്ധിച്ചു, ബിമുഹിയ്യിദ്ദീൻ കൊണ്ട് പേര് സ്വീകരിച്ചു, ഖുത്ബിൽ മുഖില്ലതി. ഇനി അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. ഏത്? വാഫൂൻ അനിൽ മുദ്ദാഹി, ഗൗസ എന്നുള്ളത് മുനാദയായിട്ട്, അത് ഇസ്തിഗാസയായിട്ട്, ഗൗസ് തങ്ങള്, എങ്ങനത്തെ ഗൗസ് തങ്ങള്, അല്ലദീ തുസമ്മ, പേര് വിളിക്കപ്പെടുന്നു, ബിമുഹിയ്യിദ്ദീൻ എന്നുള്ളത് കൊണ്ട്, അങ്ങനെയും ആവാം. അതിലേറെ അനുയോജ്യം ഗൗസ എന്നുള്ളത് മുദ്ദായി എന്നുള്ളതിൻ്റെ മഫൂലായിട്ട് അങ്ങനെ വെക്കലാണ്. തസമ്മാ ബിമുഹിയ്യിദ്ദീൻ ഖുത്ബിൽ മുഖില്ലതി, ഖുത്ബിൽ മുഖില്ലതി, മുഖില്ലത്ത് എന്ന് പറഞ്ഞാൽ ഐ അൽ അർള്, ഭൂമി, ഭൂമി എന്ന. അപ്പം അർളിന്റെ കുത്തുബായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നാണ് ഇതിന്റെ അർത്ഥം. വസുമ്മാഇഹി വൽ ഹാദിരീന വഅഹ്ലിഹിം വമുത്ഇമിഹിം ഹുബ്ബൻ ലഹു കുല്ല ലഹ്ളതി. വസുമ്മാഇഹി, സാമിയങ്ങൾക്കും ഹാദിരീങ്ങൾക്കും അവരുടെ അഹ്ലുകാർക്കും, വമുത്ഇമിഹിം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്കും, ഹുബ്ബൻ ലഹു, മഹാനായ ഗൗസ് തങ്ങളോടുള്ള ഹുബിന്റെ പേരിൽ, കുല്ല ലഹ്ളത്തി, എല്ലാ സമയത്തിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫു നൽകട്ടെ. അപ്പം അതൊരു പ്രാർത്ഥന, അവർക്കെല്ലാവർക്കും വേണ്ടിയും സദസ്സിൽ പങ്കെടുത്തവർക്കും അവരുടെ കുടുംബക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾക്കും ഒക്കെയുമുള്ള ഒരു പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.